മറ്റൊരു സുപ്രധാനമായ വാർത്ത കൂടി വന്നിട്ടുണ്ട്. നിർഭയ കേസിൽ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നു. ഇളവ് ആവശ്യപ്പെട്ടുള്ള പ്രതികളുടെ ഹർജി തള്ളിയിരിക്കുന്നു എന്നൊരു സുപ്രധാനമായ വാർത്ത വരുക. വാർത്തയിലേക്ക് പോവുകയാണ്. സമാനതകളില്ലാത്ത ക്രൂരതയാണ് നടത്തിയിരിക്കുന്നത് എന്നതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. പ്രതികൾക്ക് തൂക്കുകയർ എന്നതാണ് വാർത്ത. നിർഭയ കേസിൽ പ്രതികളുടെ വധശിക്ഷ സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു. നിർഭയ കേസിൽ പ്രതികളുടെ വധശിക്ഷ സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു. ഇതിനെതിരായി നൽകിയിരുന്ന ഹർജിയാണ് തള്ളിയിരിക്കുന്നത്. നിർഭയ കേസുമായി ബന്ധപ്പെട്ട രാജ്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട എം സന്തോഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സന്തോഷ്, എങ്ങനെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? സൗമ്യ, രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ നിർഭയ കേസിലെ വിധിയാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 4 പ്രതികൾക്കും നേരത്തെ വിചാരണ കോടതിയും ഹൈക്കോടതിയും നൽകിയതുപോലെ ഹൈക്കോടതിയുടെയും വിധി പോലെ തന്നെ 4 പ്രതികൾക്കും വധശിക്ഷ ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ജസ്റ്റിസ് ദീപക് മിശ്രയും ആർ ഭാനുമതിയും അശോക് ഭൂഷണും ഉൾപ്പെട്ട 3-അംഗ ബെഞ്ചാണ് ഇത്തരത്തിലുള്ള ഒരു സുപ്രധാന വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ വധശിക്ഷ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേസിലെ 4 പ്രതികൾ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളുകയും വിചാരണ കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധി ശരിവെക്കുകയും ചെയ്യുകയായിരുന്നു. 2012 ഡിസംബർ 6-നാണ് രാജ്യത്തെ തന്നെ നടുക്കിയ ദില്ലിയിൽ നിർഭയ കേസ് ഉണ്ടാകുന്നത്. അതിനുശേഷം തന്നെ വളരെ വേഗത്തിൽ തന്നെ ദില്ലി പോലീസ് ഇതിന്റെ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ദിവസങ്ങൾക്കകം തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും പിന്നീട് വിചാരണ കോടതി വാദം നടന്നതിന് ശേഷം 4 പ്രതികൾക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു. 6 പ്രതികളെയാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരുന്നത്. അതിൽ ഒരാൾ കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ ആത്മഹത്യ ചെയ്തു. മറ്റൊരാൾ പ്രായപൂർത്തിയാകാത്ത ഒരു പ്രതിയാണ്. ആ പ്രതിയെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു. ബാക്കിയുള്ള 4 പേർക്കാണ് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചത്. പിന്നീട് ദില്ലി ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് 4 പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഒരു കേസിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി അമിക്കസ് ക്യൂറി 2 അമിക്കസ് ക്യൂറിയെയും നിയമിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഈ അമിക്കസ് ക്യൂറിയിൽ അഡ്വക്കേറ്റ് രാജു രാമചന്ദ്രൻ കോടതിയിൽ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ വധശിക്ഷ നൽകിയതിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. എല്ലാ നടപടിക്രമങ്ങളും വിചാരണ കോടതി പാലിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു അമിക്കസ് ക്യൂറിയായ മുതിർന്ന അഭിഭാഷകൻ സഞ്ജയ് ഹെഗ്ഡെയും ചില അപാകതകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇത് പരിഗണിക്കാതെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് ഈ 4 പ്രതികൾക്കും വധശിക്ഷ തന്നെയാണ് നൽകേണ്ടത് എന്ന് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ക്രൂരവും പൈശാചികവും സമാനതകളില്ലാത്തതുമായ കുറ്റമാണ് പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതും എന്നും വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിധിയിൽ എടുത്തു പറഞ്ഞ ചില പ്രത്യേക കാര്യങ്ങൾ കൃത്യമായ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളെല്ലാം വളരെ കൃത്യമായിരുന്നു. പ്രതികൾ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ കഴിയുന്ന വിധത്തിലുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിചാരണ കോടതിയുടെ വിധിയോ ഹൈക്കോടതിയുടെ വിധിയോ പുനഃപരിശോധിക്കേണ്ട കാര്യമില്ല. 4 പ്രതികളും വധശിക്ഷ അർഹിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ പ്രതിഷേധത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് നിർഭയ കേസുമായി ബന്ധപ്പെട്ടാണ്. ദില്ലിയിലെ ഭരണസ്ഥിര കേന്ദ്രമായ റൈസീന കുന്നിൽ 10,000 വരുന്നവർ ഈ ഒരു നിർഭയ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധം ലോകത്തിന് തന്നെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അതിനുശേഷം ഈ കേസിന്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് തന്നെ വിചാരണ കോടതിയും പോലീസിന്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും എല്ലാം കൃത്യമായ ഇടപെടലുകളും ഉണ്ടായി. അതിനുശേഷമാണ് പ്രതികൾക്ക് വധശിക്ഷ നൽകാൻ വിചാരണ കോടതി തീരുമാനിച്ചത്. ഏതായാലും ഇപ്പോൾ സുപ്രീം കോടതിയും കൂടി ഈ വിധി ശരിവെച്ചതോടുകൂടി തന്നെ രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു കേസിന്റെ ഒരു വിധി തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ സന്തോഷ്, ഈ അമിക്കസ് ക്യൂറിയുടെ ഈ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് ഒരു ചെറിയ ആശങ്ക ഉയർത്തിയിരുന്നു. എന്നാൽ ഇവിടെ കോടതി കൃത്യമായി നിരീക്ഷിച്ചിരിക്കുന്നത് സമാനതകളില്ലാത്ത സംഭവം എന്ന രീതിയിലാണ്. ഒരുപക്ഷെ നിർഭയ സംഭവം അന്ന് ആ പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊലപാതകത്തിലേക്ക് എത്തുന്നു, മരണത്തിലേക്ക് എത്തുന്നു എന്ന സാഹചര്യം, ഒപ്പം തന്നെ ഒരുപക്ഷെ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചിടത്തുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെച്ച സംഭവം ആ വിധത്തിലൊക്കെ കൂടി കണ്ടുകൊണ്ടാണോ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സുപ്രീം കോടതി ഇവരുടെ ഹർജി തള്ളാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്?
സൗമ്യ, ഈ കേസിൽ ഇന്ന് സുപ്രധാനമായ ഈ കേസിൽ സുപ്രീം കോടതിയുടെ വിധി വരാനിരിക്കെ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ തീരുമാനം അറിയാനിരിക്കുമ്പോൾ തന്നെയും ആശങ്കയുണ്ടാക്കിയിരുന്ന അല്ലെങ്കിൽ ഈ വധശിക്ഷ ശരിവെക്കണം ഉള്ള ആഗ്രഹമുള്ളവർക്ക് ആശങ്കയുണ്ടാക്കിയിരുന്ന ഒരു സംഭവം ഇതിലെ അമിക്കസ് ക്യൂറിമാരുടെ റിപ്പോർട്ടുകൾ തന്നെയായിരുന്നു. ഈ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ ചില വിചാരണ കോടതിയിലുണ്ടായ ചില പാകപ്പിഴകൾ പ്രത്യേകിച്ചും ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ തന്നെ രാജു രാമചന്ദ്രൻ ചൂണ്ടിക്കാണിച്ച പ്രത്യേക കാര്യം ഇവരുടെ ഈ എല്ലാ നടപടിക്രമങ്ങളും വിചാരണ കോടതിയിൽ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ ചില അപാകതകൾ വന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മുതിർന്ന അഭിഭാഷകനായ സഞ്ജയ് ഹെഗ്ഡെയും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ 3 അംഗ ബെഞ്ചിൽ നിന്ന് വ്യത്യസ്ത വിധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും ചില വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ 3 ജഡ്ജിമാരും ഒരേ വിധി തന്നെ, അതായത് വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള വിധി തന്നെയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഈ വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യവും സമാനതകളില്ലാത്തതും പൈശാചികവുമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് പ്രതികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 പ്രതികളും വധശിക്ഷ അർഹിക്കുന്നു എന്ന് അസംഗതമായി ഇപ്പോൾ സുപ്രീം കോടതി 3 അംഗ ബെഞ്ച് ഇപ്പോൾ വിധിയിലൂടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. ഏതായാലും വളരെ സുപ്രധാനമായ ഒരു വിധി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. സൗമ്യ, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. നിർഭയ കേസിൽ അക്ഷയ് പവൻ, വിനയ് ശർമ്മ, മുകേഷ് എന്നിവരെ വധശിക്ഷയ്ക്ക് വിധിച്ച ദില്ലി ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവെച്ചിരിക്കുകയാണ്. ഇവരുടെ ഹർജി കോടതി തള്ളിയിരിക്കുകയാണ്.